നമസ്കാരം. ഇന്ത്യയിലെ ഹിന്ദുക്കൾക്കൊരു കുട്ടിയെ ദത്തെടുക്കുന്നതിനുള്ള നിയമപരമായ വഴികാട്ടിയാണ് 1956-ലെ ഹിന്ദു ദത്തെടുക്കൽ പരിപാലന നിയമം. ഒരു കുടുംബം പൂർണ്ണമാക്കുന്ന ഈ പ്രക്രിയയുടെ നിയമവശങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇന്ന് നമ്മൾ അതിൻ്റെ രണ്ടാം അധ്യായത്തിലേക്ക് കടക്കുകയാണ്. അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: നിയമപരമായി ആർക്കാണ് ഒരു കുട്ടിയെ ദത്തെടുക്കാൻ കഴിയുക? അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിലുള്ള പ്രധാന ചോദ്യം. ഹിന്ദു നിയമം അനുസരിച്ച് ഒരു ദത്തെടുക്കൽ സാധുവാകണമെങ്കിൽ, അതായത് നിയമപരമായി അംഗീകരിക്കപ്പെടണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? നമുക്ക് ഒരുമിച്ച് ഈ നിയമത്തിന്റെ ഓരോ ഭാഗങ്ങളായി പരിശോധിച്ച് ഇതിനൊരു വ്യക്തമായ ഉത്തരം കണ്ടെത്താം. നമ്മുടെ ഇന്നത്തെ ഒരു യാത്ര ഇങ്ങനെയാണ്. ആദ്യം ഈ നിയമപുസ്തകത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കും. പിന്നെ എല്ലാ ദത്തെടുക്കലുകളുടെയും അടിത്തറയായ സെക്ഷൻ 5-നെക്കുറിച്ച് സംസാരിക്കും. അതിനുശേഷം ഒരു ദത്തെടുക്കൽ നിയമപരമാക്കുന്ന 4 പ്രധാന കാര്യങ്ങൾ, അതായത് സെക്ഷൻ 6, പിന്നെ നമ്മുടെ ഇന്നത്തെ പ്രധാന വിഷയമായ ആർക്കൊക്കെയാണ് ദത്തെടുക്കാൻ യോഗ്യതയെന്നത് സെക്ഷൻ 7, 8 എന്നിവ വെച്ച് വിശദമായി പഠിക്കും. അവസാനം എന്തിനാണ് ഇത്രയധികം നിയമങ്ങൾ എന്ന ചോദ്യത്തിനും നമ്മൾ ഉത്തരം കണ്ടെത്തും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ശരി, നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. സെക്ഷൻ 5 ഇതാണ് എല്ലാത്തിൻ്റെയും അടിത്തറ. ദത്തെടുക്കലുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒഴിച്ചുകൂടാനാവാത്ത നിയമം ഇതാണെന്ന് പറയാം. ഈ നിയമം എത്രത്തോളം ശക്തമാണെന്ന് ഈ ഒരു വാചകത്തിൽ നിന്ന് വ്യക്തമാണ്. അതായത് 1956-ൽ ഈ നിയമം വന്നതിനുശേഷം ഹിന്ദുക്കൾക്കിടയിലുള്ള എല്ലാ ദത്തെടുക്കലുകളും ഇതിൽ പറയുന്ന ചട്ടങ്ങൾ അനുസരിച്ചു മാത്രമേ നടത്താൻ പാടുള്ളൂ. പഴയ ആചാരങ്ങൾക്കോ മറ്റ് കീഴ്വഴക്കങ്ങൾക്കോ ഇവിടെ സ്ഥാനമില്ല. ഒരൊറ്റ നിയമം, ഒരൊറ്റ വഴി, അത്രമാത്രം. ഇവിടെയാണ് നിയമം വളരെ കർശനമാകുന്നത്. അവരുപയോഗിക്കുന്ന വാക്ക് ശ്രദ്ധിക്കണം: അസാധു അല്ലെങ്കിൽ വോയ്ഡ്. ഈ നിയമത്തിലെ ചട്ടങ്ങൾ പാലിക്കാതെയാണ് ഒരു ദത്തെടുക്കൽ നടക്കുന്നതെങ്കിൽ നിയമത്തിന്റെ കണ്ണിൽ അതിന് യാതൊരു വിലയുമില്ല. അത് നടന്നതായി കണക്കാക്കുകയേയില്ല. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിലും വലുതാണ്. അപ്പോൾ എന്താണ് ഈ അസാധു എന്ന് പറഞ്ഞാൽ? അതിന്റെ യഥാർത്ഥ അർത്ഥമെന്താണ്? ഒരു ദത്തെടുക്കൽ അസാധുവായാൽ ആ കുട്ടിയെ നിയമപരമായി ദത്തെടുത്ത മാതാപിതാക്കളുടെ കുട്ടിയായി മാറുന്നില്ല. അതായത് അവർക്ക് ആ മാതാപിതാക്കളുടെ സ്വത്തിൽ ഒരു അവകാശവും കിട്ടില്ല. അവരുടെ പേര് ഔദ്യോഗിക രേഖകളിൽ ചേർക്കാൻ കഴിയില്ല. ചുരുക്കി പറഞ്ഞാൽ ദത്തെടുക്കൽ എന്നൊരു സംഭവം നിയമപരമായി നടന്നിട്ടേയില്ല. അതുകൊണ്ടാണ് നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നത് ഇത്രയധികം പ്രധാനമാകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ദത്തെടുക്കൽ നിയമപരമായി സാധുവാകുന്നത്? അതിന് നിയമം തന്നെ ഒരു ചെക്ക് ലിസ്റ്റ് തരുന്നുണ്ട്. അതാണ് സെക്ഷൻ 6. ഒരു കെട്ടിടത്തിന്റെ 4 തൂണുകൾ പോലെ ഈ 4 കാര്യങ്ങളും ശരിയായാൽ മാത്രമേ ആ ദത്തെടുക്കൽ നിയമപരമായി നിലനിൽക്കൂ. ഈ 4 നിബന്ധനകളും ഒരു ചങ്ങലയിലെ കണ്ണികൾ പോലെയാണ്. ഒന്ന് തെറ്റിയാൽ എല്ലാം തെറ്റി. ദത്തെടുക്കുന്നയാൾ, ദത്ത് നൽകുന്നയാൾ, ദത്തെടുക്കപ്പെടുന്ന കുട്ടി, ഇവർക്കെല്ലാം നിയമം പറയുന്ന യോഗ്യതകൾ ഉണ്ടായിരിക്കണം. ഇന്ന് നമ്മൾ ഇതിലെ ആദ്യത്തെ പോയിന്റിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ദത്തെടുക്കുന്ന വ്യക്തിക്കു വേണ്ട യോഗ്യതകൾ എന്തെല്ലാമാണ്? അപ്പോൾ നിയമപരമായി ആർക്കാണ് ഒരു കുട്ടിയെ ദത്തെടുക്കാൻ കഴിയുക? ഇതിന് കൃത്യമായ ഉത്തരം നൽകുന്നത് സെക്ഷൻ 7, 8 എന്നിവയാണ്. സെക്ഷൻ 7 പുരുഷന്മാരുടെ യോഗ്യതകളെക്കുറിച്ചും സെക്ഷൻ 8 സ്ത്രീകളുടെ യോഗ്യതകളെക്കുറിച്ചും പറയുന്നു. നമുക്ക് നോക്കാം. ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്നയാൾ, പുരുഷനായാലും സ്ത്രീയായാലും, നിയമം 2 അടിസ്ഥാന യോഗ്യതകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒന്ന്, അവർക്ക് സ്വന്തമായി ചിന്തിച്ച് ശരിയായ തീരുമാനങ്ങളെടുക്കാനുള്ള മാനസിക ആരോഗ്യം, അതായത് സൗണ്ട് മൈൻഡ് ഉണ്ടായിരിക്കണം. 2, അവർ പ്രായപൂർത്തിയായവരായിരിക്കണം. ഇത് ബേസിക് റൂളാണ്. ഇത് കഴിഞ്ഞിട്ടേയുള്ളൂ ബാക്കിയല്ല. ഇവിടെ നോക്കൂ, പുരുഷനായാലും സ്ത്രീയായാലും അടിസ്ഥാന യോഗ്യത ഒന്നാണ്. പക്ഷേ വിവാഹിതരാണെങ്കിൽ അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കണ്ടീഷൻ വരുന്നത്: പങ്കാളിയുടെ സമ്മതം. ഒരു പുരുഷന് ഭാര്യ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരുടെ സമ്മതമില്ലാതെ ദത്തെടുക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഒരു സ്ത്രീക്ക് ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സമ്മതം നിർബന്ധമാണ്. ദത്തെടുക്കൽ എന്നത് ഒരു കുടുംബത്തിന്റെ കൂട്ടായ തീരുമാനമായിരിക്കണം എന്നാണ് നിയമം ഇതിലൂടെ പറയുന്നത്. ഇതൊരു നല്ല ചോദ്യമാണല്ലേ? ജീവിതത്തിൽ പല സാഹചര്യങ്ങളും വരാം. എല്ലായ്പ്പോഴും പങ്കാളിയുടെ സമ്മതം വാങ്ങാൻ കഴിഞ്ഞെന്നു വരില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിയമം മുൻകൂട്ടി കാണുന്നുണ്ട്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പങ്കാളിയുടെ സമ്മതം ആവശ്യമില്ല. നിയമം കൃത്യമായി 3 സാഹചര്യങ്ങളെ പറയുന്നുള്ളൂ. 1, പങ്കാളി ലൗകിക ജീവിതം പൂർണ്ണമായി ഉപേക്ഷിച്ച് ഒരു സന്യാസിയോ സന്യാസിനിയോ ആയിട്ടുണ്ടെങ്കിൽ. 2, പങ്കാളി ഹിന്ദി മതം ഉപേക്ഷിച്ച് മറ്റൊരു മതത്തിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ. 3, ഒരു കോമ്പറ്റന്റ് കോടതി, അതായത് യോഗ്യതയുള്ളൊരു കോടതി ആ വ്യക്തിക്ക് ചിത്തഭ്രമമുണ്ടെന്ന്, അതായത് അൺസൗണ്ട് മൈൻഡാണെന്ന് വിധിച്ചിട്ടുണ്ടെങ്കിൽ. ഈ 3 സാഹചര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിലവിലുണ്ടെങ്കിൽ മറ്റേയാൾക്ക് പങ്കാളിയുടെ സമ്മതമില്ലാതെ തന്നെ ദത്തെടുക്കലുമായി മുന്നോട്ടു പോകാം.
ഇവിടെ നമ്മളൊരു കാര്യം ഓർക്കണം. ഈ നിയമം വരുന്നത് 1956-ലാണ്. ആ സമയത്ത് നിലവിലിരുന്ന സാമൂഹിക സാഹചര്യങ്ങൾ കൂടി നിയമം കണക്കിലെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സെക്ഷൻ 7-ൽ ഒരു പ്രത്യേക വിശദീകരണം നൽകുന്നുണ്ട്. ഒരു പുരുഷന് ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ ദത്തെടുക്കാൻ എല്ലാ ഭാര്യമാരുടെയും സമ്മതം ആവശ്യമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ഇളവുകൾ അവരിൽ ആർക്കെങ്കിലും ബാധകമാണെങ്കിൽ മാത്രം അവരുടെ സമ്മതം ആവശ്യമില്ല. ഇതുവരെ നമ്മൾ സംസാരിച്ചതൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നാമല്ലേ? കുറേ സെക്ഷനുകൾ, നിയമങ്ങൾ, നിബന്ധനകൾ. എന്നാൽ ഈ നിയമങ്ങൾക്ക് പിന്നിൽ വളരെ മാനുഷികമായൊരു ലക്ഷ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഈ നിയമങ്ങൾ ഇത്ര കർശനമായി നിലനിൽക്കുന്നത്? ഈ എല്ലാ നിയമങ്ങളുടെയും വകുപ്പുകളുടെയും അവസാനം നമ്മൾ ഒരേയൊരു ഉത്തരത്തിലേക്കാണ് എത്തുന്നത്. ഈ കർശനമായ ചട്ടക്കൂട് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരാളുടെ സുരക്ഷ ഉറപ്പാക്കാനാണ്. ദത്തെടുക്കപ്പെടുന്ന കുട്ടിയുടെ, ആ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കുക, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, അവർക്ക് നിയമപരമായൊരു കുടുംബം നൽകുക. ഇതാണ് ഈ നിയമത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം. അപ്പോൾ ഒരു വശം നമ്മൾ കണ്ടു, ആരാണ് ദത്തെടുക്കാൻ യോഗ്യരായവർ എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പക്ഷെ കഥ ഇവിടെ തീരുന്നില്ല, അല്ലേ? ഈ പ്രക്രിയയിൽ മറ്റ് 2 പേർ കൂടിയുണ്ട്. ദത്ത് നൽകുന്നവരും ദത്തെടുക്കപ്പെടുന്ന കുട്ടിയും. അവർക്ക് വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ്? ഒരു കുട്ടിയെ ദത്തെടുക്കാൻ നൽകാനുള്ള അവകാശം ആർക്കാണ്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായി നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം.